ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 30 ലക്ഷത്തിലധികം മലയാളികൾ മുംബൈയിലും ഉപനഗരങ്ങളിലുമായി അധിവസിക്കുന്നു. ഇത്തരമൊരു മേഖലയിലേക്ക് ശശികല ടീച്ചർ എത്തുമ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ 3 മഹാനഗരങ്ങളുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് മുംബൈയിലും പരിസര പ്രദേശത്തുമുള്ള മലയാളികളുടെ എണ്ണം എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഇത്തരമൊരു സ്ഥലത്തേക്ക് പ്രസംഗ പരിഗണനയുമായിട്ട് എത്തിയിട്ടുള്ള ശശികല ടീച്ചർക്ക്, ഹൈന്ദവതയുടെ രാജകുമാരിക്ക്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള ഹൈന്ദവതയുടെ രാജകുമാരിക്ക് വൈറ്റ് ലൈൻ വേൾഡിലേക്ക് സ്വാഗതം. ശശികല ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മുംബൈ മഹാനഗരത്തിൽ പൊതുവെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്യം ഒരുപക്ഷെ ടീച്ചറെ പോലും അലോസരപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ ഇതൊരു സത്യമാണ്. ശശികല ടീച്ചർ ഹിന്ദു മതത്തിലെ മദനിയാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ശശികല ടീച്ചറിന് ഇതേക്കുറിച്ച് പ്രതികരിക്കാറുണ്ട്? എന്തർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്ന് പറയുന്നവർക്കേ അറിയാവുള്ളൂ. ഏതർത്ഥത്തിലാണ് ശശികല ടീച്ചർ ഹിന്ദു മതത്തിലെ മദനിയാണ് എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് 2 തലത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. തീവ്രവാദി എന്ന നിലയ്ക്കാണെങ്കിൽ മദനിയല്ല ഇസ്ലാമിലെ തീവ്രവാദത്തിൻ്റെ ആദ്യത്തെ തുടക്കം. അതൊരു പക്ഷേ ഇസ്ലാമിൻ്റെ തുടക്കത്തോളം തന്നെ അതിനും പഴക്കം കാണും. അപ്പോൾ മദനിയിലേക്ക് അത് ചുരുക്കുമ്പോൾ എന്നെ തീവ്രവാദിയാക്കാനായിട്ടാണെങ്കിലും കുറച്ചും കൂടി അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മദനിയിലല്ല ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തുടക്കം. പിന്നെ ഞാനെന്നൊരു വ്യക്തിയല്ല, ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് എന്താണോ പറയാനുള്ളത് അത് പറയാനുള്ളൊരു സംഘടനയും അതിലൂടെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഇങ്ങനെ ഹിന്ദു ഐക്യവേദി ഒരു സംഘടനയോ അല്ലെങ്കിൽ ഞങ്ങളുടേതായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടോ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുവരെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ സംഭവം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെറുതെ പ്രാസം ഒപ്പിച്ചെന്തോ പറയുന്നു എന്നുള്ളതിനപ്പുറം അതിന് ഗൗരവം കൊടുക്കേണ്ടതില്ല. ഞാൻ ഈ പറഞ്ഞത് തീർച്ചയായും ഞാൻ കേട്ടറിയുന്ന ഒരു അറിവിനെ ഞാൻ ഷെയർ ചെയ്യാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഹൈന്ദവതയുമായിട്ട് ബന്ധപ്പെട്ട പലരും അത് അഭിമാനത്തോടെയും കാണുന്നുണ്ട്. കാരണം ഒരു കാര്യം വസ്തുനിഷ്ഠമായി നമുക്ക് കണ്ടേ മതിയാവുള്ളൂ. മദനി സ്വന്തം മതത്തോട് പറയുന്നത് മക്കളെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക എന്നാണ്. ഒരു പക്ഷേ ശശികല ടീച്ചറും തൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ തൻ്റെ ഒപ്പമുള്ളവരോട് പറയുന്നത് തന്നെയാണ്, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ആ ധാരണ തെറ്റാണ്. ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങളെ പറ്റി അവരും ആലോചിക്കാനുള്ളൊരു സൂചന കൊടുക്കാൻ എനിക്ക് പറ്റും. ഹൈന്ദവ ധർമ്മത്തിൽ എനിക്കെന്നല്ല ഋഷീശ്വരന്മാർക്ക് പോലും കഴിയാത്തതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക എന്നുള്ളത്. അതിലും പഴയോട്ട് പോയ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അർജുനനോട് ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ വിമർശന ബുദ്ധിയ പഠിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുക. അത് ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു മതത്തിന്റെ ഒരു അനുയായി പോലും അല്ലാതെ പോകും. അപ്പോൾ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു സനാതന ധർമ്മത്തിന്റെ വളരെ അടിസ്ഥാനപരമായ തത്വം. അപ്പൊ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഒരു മതേതരത്വം ശരിയായ പാതയിലൂടെ അല്ല പോകുന്നത് എന്ന് ശശികല ടീച്ചറിന്റെ പല പ്രസംഗങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? അനുഭവങ്ങൾ ഭാരതത്തില് ഹൈന്ദവ സമാജം അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അവരെ കൊണ്ട് പറയിക്കുന്നത്. ഇവിടെ മതേതരത്വം യഥാർത്ഥ ചാനലിലൂടെയല്ല പോകുന്നത് എന്നുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് ഹിന്ദു സംഘടനയുടെ ഭാരവാഹിയെ സംബന്ധിച്ചും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും രഹസ്യമായിട്ടില്ല. രഹസ്യ ക്ലാസ്സുകൾ ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. പറയുന്നത് എന്തോ അത് പരസ്യമായി പറയാറുണ്ട്. പറയുന്ന വേദികളിൽ ഒട്ടുമിക്ക വേദികളിലും ഞാനൊക്കെ പറയാറുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിന് മാപ്പ് പറയും. ഇനി മേലിലും അതൊരിക്കലും ആവർത്തിക്കില്ല. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു ആധാരശിലയായി കാണുന്ന ഒരു വാക്യത്തിന് അതീതമായി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ്. അല്ല, അതിൽ ഉറച്ചു നിൽക്കണം. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കണം. ആ നാനാത്വത്തെ അംഗീകരിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒന്നാക്കി മാറ്റിയെന്നല്ല, എല്ലാ വൈവിധ്യവും അംഗീകരിച്ചുകൊണ്ട് അതിൽ യോജിക്കാവുന്ന ചില ഭാഗങ്ങൾ. ഇതാ വൈവിധ്യം ഇല്ലാതാക്കാൻ എല്ലാവരും എന്റെ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനം നാനാത്വത്തെ അംഗീകരിക്കലല്ല. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരത സംസ്കാരത്തിന്റെ കാതൽ. അപ്പൊ ടീച്ചർ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ടീച്ചർ മതേതരത്വത്തെ
മതേതരത്വത്തെ പിന്താങ്ങുന്നുണ്ട്. മതേതരത്വം എന്ന ഒരു വിശാല വീക്ഷണത്തെ ടീച്ചർ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അനുവർത്തിക്കുന്ന മതേതരത്വത്തെ അല്ല, പിന്നെ ടീച്ചറിന്റെ മനസ്സിലുള്ള ടീച്ചറിന്റെ സങ്കല്പത്തിലുള്ള മതേതരത്വ വിശ്വാസം. അവിടെ മതത്തിന്റെ പേരിൽ ആരോടും വിവേചനം പാടില്ല, ആർക്കും പ്രത്യേകമായ അവകാശങ്ങൾ പാടില്ല. മതം ഒരുവന്റെ സ്വകാര്യതയാണ്. എനിക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. അത് എന്റെ പിന്നോക്കാവസ്ഥയോ മുന്നോക്കാവസ്ഥയോ നിയന്ത്രിക്കുന്ന ഒരു ഘടകമല്ല മതം. ഇന്ന മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നോക്കമായി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഈശ്വരന്റെ കഴിവ് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. അത് രാഷ്ട്രത്തിന്റെ ഒരു ചിന്തിക്കേണ്ട വിഷയമല്ല. ഒരു വ്യക്തി ഏത് മതം സ്വീകരിക്കണമെന്ന് രാഷ്ട്രം അനുവാദം കൊടുത്താൽ അതുകൊണ്ട് അയാൾ പിന്നിലായോ മുന്നിലായോ എന്ന് നോക്കേണ്ട ബാധ്യത രാഷ്ട്രത്തിനില്ല. രാഷ്ട്രം പൗരന്മാരെ ഒരുപോലെ കാണും. അവിടെ ആരോടും വിവേചനം വേണ്ട, ആരോടും പ്രത്യേകമായ പ്രീണനം വേണ്ട. ഹിന്ദു ആയതുകൊണ്ട് പ്രിവിലേജസും ആർക്കും കൊടുക്കരുത്. ഇതേപോലെ മതേതരത്വത്തിന് ഒരു ഹിന്ദുവിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയാൻ ഭാരതത്തിൽ ആർക്കും, ഇവിടുത്തെ സംസ്കാരം അംഗീകരിക്കുന്ന ആർക്കും കഴിയില്ല. ഹിന്ദുവിനായിട്ടൊരു പ്രത്യേക അവകാശവും എന്റെ അറിവിൽ ഒരു ഹിന്ദു സംഘടനയും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു മതേതരത്വത്തിന് എതിരായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും കാലികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കാലികമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ല, അതൊരു പക്ഷേ ഭാരതത്തിന്റെ ഒരു സ്വതന്ത്ര ഭാരതത്തിന്റെ തുടക്കം മുതലുള്ള അനുവർത്തിച്ചു വരുന്ന നെഹ്റുവിൻ കാലഘട്ടം മുതൽ തുടങ്ങുന്ന കാര്യമല്ലേ. അതല്ലാതെ ഇന്ന് നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഹൈന്ദവതയ്ക്ക് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതെ, ആ ഘടകം എനിക്ക് ഇതാ തോന്നുന്നത്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട്. ഹൈന്ദവതയ്ക്കെതിരെ നടക്കാൻ മറ്റു പല മതമാറ്റ ശ്രമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ തീവ്രവാദ ശ്രമം ഹൈന്ദവ സമാജത്തിനെതിരെയുള്ള രാഷ്ട്രത്തിനെതിരെയാണ്. രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന തീവ്രവാദ പരിശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഒരു ധർമ്മത്തിനെതിരെ നടക്കുന്ന മതമാറ്റ ശ്രമങ്ങൾ, അത് ആത്യന്തികമായി രാഷ്ട്രത്തിനെതിരാകും. കാരണം എവിടെ മതം മാറിയോ അവൻ രാഷ്ട്രത്തിന്റെ ശത്രുവായിട്ടാണ് മാറുന്നത്. പക്ഷെ മഹാരാഷ്ട്രയിലൊക്കെ നടക്കുന്ന ചില കടുത്ത ഭീകരവാദത്തില് ഹൈന്ദവതയ്ക്ക് കടുത്ത പങ്കുണ്ട് എന്നുള്ള ഒരു വിമർശനവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല, ഏറെക്കുറെ തെളിഞ്ഞിട്ടുള്ള ഒരു പക്ഷെ നമ്മുടെ ഇവിടുത്തെ ATS ചീഫ് ഒക്കെ തെളിഞ്ഞിട്ടില്ലെങ്കിലും അവർ ഇപ്പോഴും എന്തും പറയാം. അല്ല, ആരോപണങ്ങൾ എന്തും പറയാം. ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് തെളിയിക്കപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഒരു ഇതേ കേസുകളിലൊക്കെ ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞിരുന്നത്, ഇതേ വാദഗതികൾ പറഞ്ഞിരുന്നവർ അവരിപ്പോഴും ചെയ്യില്ല പല കേസുകളിലും. അപ്പോൾ അതൊരു സുപ്രഭാതത്തിൽ തിരുത്തിയിട്ട് അവരല്ല ഇവരാണെന്ന് പറയുമ്പോൾ അത് കാലം തെളിയിക്കേണ്ട വസ്തുതയാണ്. ഇനി ഹിന്ദുക്കളായ വ്യക്തികൾ ഒന്നിനും പോയി ഇടപെടില്ല എന്നൊന്നും ഹൈന്ദവ സംഘടനകൾക്ക് ഉറപ്പുകൊടുക്കാൻ കഴിയില്ല. വ്യക്തി എന്ന നിലയിൽ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഹൈന്ദവ ആദർശമോ അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മമോ ആണെങ്കിൽ അതിന് ഹിന്ദു തീവ്രവാദം എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന വാക്കുകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന ചെയ്യുമ്പോൾ അത് ഹിന്ദു തീവ്രവാദം. നേരെ മറിച്ച് ഒരു ഹിന്ദു പോയി ഒരു കൊലപാതകം നടത്തിയാൽ നമ്മളതൊരിക്കലും ഒരു ഹിന്ദു, അതേപോലെ ഒരു ഇസ്ലാം ഇടപെട്ടാൽ, ഒരു ഇസ്ലാം മോഷണത്തിൽപ്പെട്ടാൽ നമ്മളാരും പറയുന്നില്ല അതൊരു മതത്തിന്റെ തീവ്രവാദമാണെന്ന്. സമാജം ചെയ്യുന്നത് ഇതുപോലെ ഹിന്ദുക്കൾ പെടുമായിരിക്കാം. അതിപ്പോ നമുക്കറിയാം ഗാന്ധിവധം നടത്തിയതൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് അതൊരു ഹിന്ദു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടന എന്ന് നിയമം മൂലം തെളിയിച്ചത് അതല്ല എന്നുള്ളത്. അപ്പൊ ഇതും അതിലപ്പുറം ഏതെങ്കിലും ഈ കേസുകൾ നാളെ തെളിഞ്ഞാലും അതിനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ ഒരു സ്വയം സേവകനാണ് എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ കാലികമായിട്ട് നടക്കുന്ന ചില ചർച്ചകളിൽ മഹാത്മജിയെ വധിച്ചത് RSS അല്ല എന്ന് പറയുന്നു. എന്നെ പോലുള്ള ഒരു സാധാരണ വ്യക്തി ഏത് വിശ്വാസധാരയിലൂടെ മുന്നോട്ട് പോകും? കേരളത്തിൽ നടക്കുന്ന ചർച്ചകളല്ല, അല്ലെങ്കിൽ ആ ചർച്ചകൾക്കല്ല, ഇതിന് അന്വേഷണം നടന്നൊരു കേസാണ്. അന്വേഷണം നടന്ന് കുറ്റവാളികളെ ശിക്ഷിച്ചതാണ്, സംഘത്തെ നിരോധിച്ചതാണ് ഈ വിഷയത്തിൽ. അത് കാരണം അതിന്റെയൊക്കെ പിന്നിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ പിന്നിലേക്ക് നോക്കിയാൽ ഒരുപാട് ചരിത്രം. കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന ഗാന്ധിജി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞത് അതൊരു ഹിന്ദുവാണ് ചെയ്തത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അതൊരു ഹിന്ദുവാണ്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ച മൗണ്ട് ബാറ്റനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ ചിലത് പറഞ്ഞാൽ ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു വാദഗതി ആദ്യം നമുക്ക് തീർച്ചയായിട്ടും നെഹ്റുവിന്റെ വാദഗതികളെ മറിച്ച് മാറ്റിവെക്കാം. ഞാൻ ചോദിച്ചത് ഗോപാൽ ഗോഡ്സെയും മദൻലാൽ പാവയും പറഞ്ഞത് ഞങ്ങൾ സ്വയം സേവകരായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, ഒരിക്കൽ ശാഖയിൽ പോയ എല്ലാവരും അവർക്കാണ് അവിടെ മറ്റേ മെമ്പർഷിപ്പില്ല, അവിടെ നിന്ന് ഒരാൾ രാജിവെച്ച് പുറത്തു പോകുന്ന സംഗതിയില്ല. അതിപ്പോ നമ്മളൊരു വിദ്യാലയത്തിൽ പഠിക്കുന്ന പോലെ, ഞാനൊരു LP വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ വിദ്യാലയം ഉത്തരവാദിയല്ല. ഇതുപോലെ അദ്ദേഹത്തിന്റെ ഐഡിയോളജി രൂപപ്പെടുന്നതിൽ അദ്ദേഹം ഒരു പക്ഷെ ശാഖയിൽ വന്നിരിക്കാം. ശാഖയിൽ വന്ന് ഒരിക്കലെങ്കിലും പ്രണാം ചെയ്തൊരു വ്യക്തി ജീവിതാവസാനം വരെ ഞാൻ സ്വയം സേവകനാണ് എന്ന് അഭിമാനിക്കും.
അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മെച്ചമുള്ളത്. പക്ഷെ ആ സ്വയം സേവകൻ ചെയ്യുന്ന കാര്യങ്ങൾ സംഘം നിയന്ത്രിച്ച് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുകയോ അദ്ദേഹം ഇത് ചെയ്യുമ്പോഴും ഒരു സ്വയം സേവകനാണ്. ടീച്ചറിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഇത്തരം ഒരു വസ്തുതയുമായി നേരിട്ട് യാതൊരു ബന്ധം തെളിയിച്ചു കഴിഞ്ഞ കാര്യമില്ല. ഞാൻ പറയണ്ടത് അന്ന് ജനിക്കാത്ത ഞാൻ പറയുന്നത് അതിനുശേഷവും അതിനെക്കുറിച്ച് ചർച്ചകൾ വരുന്നു. തോമസിനെ പോലുള്ളവര് നിയമം അറിയാവുന്നവരാണ് നമ്മളെക്കാൾ. അതിലേക്ക് തന്നെയാണ്, അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ പൂനെയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നിരുന്നു, മറാഠിയിലുള്ളത്. മറാഠിയിലുള്ള പുസ്തകത്തിന്റെ പേര് മീ നാഥുറാം ബോൽത്തോയ്. ഞാൻ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഏതാണ്ട് 50-ലധികം അദ്ദേഹം സ്വയം വാദിക്കുന്ന കേസും, എന്നിട്ട് നാഥുറാം ഗോഡ്സെയെ തൂക്കിക്കൊല്ലാൻ ഇടയായ ഒരവസ്ഥയിൽ ആത്മാറാം എന്ന ജഡ്ജി കണ്ണ് നിറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഇതുപോലൊരു ചെറുപ്പക്കാരനെ നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്തരം ഗോപാൽ ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി അഭിമാനത്തോടുകൂടി എന്നോട് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഞാൻ MA BEd വരെ പഠിച്ചു പോയി. പക്ഷെ എനിക്കിപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹവും അഭിമാനവും ഞാൻ പഠിച്ച LP വിദ്യാലയത്തോടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാല് വെച്ചത് അവിടെയായിരിക്കാം, അതിൽ അദ്ദേഹത്തിന്റെ അഭിമാനം ഉണ്ടായിരിക്കാം. അത് എന്ന് വിചാരിച്ച് സംഘമല്ല അദ്ദേഹത്തെ ഇതിനെ ഡയറക്റ്റ് ചെയ്തതോ സംഘം ആസൂത്രണം ചെയ്ത് കൊല നടത്തിയതോ ആകുമ്പോഴാണ് ഇതിൽ ഒരു RSS ഇടപെടുന്നുള്ളൂ. പല മന്ത്രിമാരും കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾ ഇവരൊക്കെ ആദ്യ ശാഖയിൽ വന്നവരാണ്. അവരൊരു പക്ഷെ ഇന്ന് നിങ്ങൾ ചെന്നാൽ സ്വകാര്യമായി സമ്മതിക്കും ഞാനൊരു സ്വയം സേവകൻ. എനിക്ക് തോന്നുന്നു ടീച്ചർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അസംബ്ലിയിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഹിന്ദുക്കൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ. അത്തരം ഒരു അവസ്ഥ തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അതിന്റെ പിന്നിൽ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമോ എന്നൊരു തോന്നലില് പലർക്കും അഭിനയിക്കേണ്ടി വരുന്നു. അതാണ് സത്യം. പിന്നെ ടീച്ചറിനെ കുറിച്ചുള്ള ഒരു പ്രധാനമായ ഒരു ആരോപണം തന്നെ, ടീച്ചർ മറ്റു മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അത് വളരെ തിരഞ്ഞെടുത്ത കഥകൾ എക്സാജറേറ്റ് ചെയ്യുകയും അതിനെ ഇമോഷണലൈസ്ഡ് അല്ലെങ്കിൽ വളരെ വൈകാരികമായിട്ട് പ്രസന്റ് ചെയ്യുവാനുള്ള ടീച്ചറിന്റെ ഒരു അതുല്യ പാടവം കൊണ്ട് ഒരു മുമ്പിലുള്ള ഒരു ജനതയെ മെസ്മറൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണെന്നാണ്. ഇത് ടീച്ചർക്ക് എന്ത് തോന്നുന്നു? ഒറ്റപ്പെട്ട സംഭവങ്ങളെ ടീച്ചർ പർവ്വതീകരിച്ച് ജനമുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ചെറിയ മുഴയോ ഒരു ചെറിയ നിറമാറ്റോ അശ്രദ്ധയോടെ വിട്ടാൽ ചിലപ്പോൾ അത് വലിയ ക്യാൻസറിന്റെ തുടക്കമായിരിക്കാം. ഞങ്ങൾ വളരെ അടുത്ത കാലത്ത് ഞാനും ഈ വൈറ്റ് ലൈൻ വേൾഡിന്റെ ശ്രീ ഡോക്ടർ അനിൽ രാഘവനും കൂടി ഞങ്ങൾ പന്തളത്തെ വലിയ തമ്പുരാൻ, പ്രൊട്ടസ്റ്റ് തമ്പുരാനെ ശശികല ടീച്ചറിന് അറിയായിരിക്കും. പ്രൊട്ടസ്റ്റ് തമ്പുരാൻ എന്ന് പറയുന്നത് രാമവർമ്മ തമ്പുരാൻ, അദ്ദേഹം 90 വയസ്സിനപ്പുറം ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ചില വേദനകൾ ഞങ്ങളോട് പങ്കിടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സ്വയം സേവകനല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഹിന്ദുമതം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി അല്ല. അദ്ദേഹം പ്രൊട്ടസ്റ്റ് തമ്പുരാനായത് തന്നെ വളരെ പഴയ കാലത്ത് കീഴാളരെന്ന് കരുതിയത് വരെ കൊട്ടാരത്തിൽ പന്തിഭോജനം നടത്തി വന്ന ഒരു വ്യക്തിയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ അദ്ദേഹം കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം നമ്മളോട് പിന്നെ പങ്കിട്ട ഏറ്റവും വലിയൊരു വേദന, ശബരിമല പോലെയുള്ള ഒരു ഹൈന്ദവ സങ്കേതത്തെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ ക്ഷേത്രത്തെ അതിൻ്റെ പിന്നിലുള്ള മിഥിനെയും അതിൻ്റെ പിന്നിലുള്ള ആചാരങ്ങളെയും ഒക്കെ തകർക്കുവാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നാണ്. തന്ത്രികൾക്കെതിരായും പന്തളം രാജാവിനെതിരായിട്ടും ഒക്കെയുള്ള ഗൂഢാലോചനകൾ വളരെ കടുത്ത രീതിയിൽ നടക്കുകയും ഏറെക്കുറെ അത്തരം ആളുകൾ അതിൽ വിജയിക്കുകയും ചെയ്തു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കേണ്ട ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ ശബരിമലയിൽ സന്ദർശിക്കട്ടെ, സ്ത്രീകൾ ധാരാളമായി, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ശബരിമല സന്ദർശനം നിഷേധിക്കണം? ഈ 2 അഭിപ്രായങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? ടീച്ചറിന് താല്പര്യമില്ലേ ശബരിമലയിൽ ഒരിക്കൽ പോകണം? ശബരിമലയിൽ സ്ത്രീകള് പോകണോ പോകണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇതൊക്കെ ഇവിടുത്തെ അവകാശം കൊടുത്ത സ്ത്രീകൾക്കാണ്. ഇവിടെ സംഭവിച്ചത് അതല്ല, അത് ആവശ്യമില്ലാത്തത്, ദൈവവിശ്വാസമേ ഇല്ലാത്തവർ, അല്ലെങ്കിൽ തമ്പുരാൻ പറഞ്ഞത് ശരി, തമ്പുരാനത് പറയാൻ കാരണം ശബരിമല ദൈവവിശ്വാസമേ ഇല്ലാത്തവർ ഇതെടുത്തിട്ട് വിഷയമാക്കിയപ്പോൾ ഇതൊരു വിവാദമാക്കണം എന്നതിൽ കവിഞ്ഞ് സ്ത്രീകളോടുള്ള താല്പര്യമുണ്ട്.
എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമാന മനസ്കരെ കണ്ടെത്തി സ്ത്രീകളിൽ നിന്നാണ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യ സംവിധാനമാണ്. സ്ത്രീകൾക്ക് ധാരാളം സംഘടനകളുണ്ട്. അവരൊരു പക്ഷെ താരൻ പ്രശ്നം തൊട്ടിട്ട് മറ്റേ പൈപ്പിൻ്റെ ഉള്ള തിരക്ക് വരെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ അറിവിൽ ഇവിടുത്തെ ഒരു സ്ത്രീ സംഘടനയും ഇതൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുകയും അപ്പോഴിത് ചർച്ച വരും. അവർക്ക് കാരണം ഒരു പക്ഷെ ആചാരങ്ങളെ പിൻപറ്റാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. ആചാരങ്ങളെ പിൻപറ്റാനുള്ള താല്പര്യം അതിൽ ഉപരിയായിട്ട് മറികടന്ന് പോയേ പറ്റൂ എന്നൊരാവശ്യം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വന്നാൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ചർച്ച. പക്ഷേ കേവലം ആചാരങ്ങൾ പൊളിക്കാൻ വേണ്ടി മാറ്റരുത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് എല്ലാ തലങ്ങളിലും ഒരു ക്ഷേത്രത്തിലെ ആചാരം മാറ്റേണ്ടത് എങ്ങനെയാണോ ആ എല്ലാ തലങ്ങളിലും അത് തീരുമാനമെടുക്കണം. അതിന് രാഷ്ട്രീയക്കാരല്ല അഭിപ്രായം പറയേണ്ടത്. അതിന് അഭിപ്രായം പറയാൻ സാധിക്കുക ഭക്തജനങ്ങൾക്ക്, ഹിന്ദു സംഘടനകൾക്ക്, ക്ഷേത്രത്തിന്റെ തന്ത്രത്തിലും ശാസ്ത്രത്തിലും അറിയാവുന്നവർ. ഇവരിൽ ഒതുങ്ങി നിന്ന് ആ ചർച്ച നടക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്താൽ എടുക്കുന്ന ഏത് തീരുമാനത്തെയും മനസ്സാംഗീകരിക്കുന്നു. അതിൽ മറ്റൊരു അഭിപ്രായമില്ല. എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ തൊഴാൻ പഠിപ്പിച്ചത് ഞാനതാ പറഞ്ഞു. ഞാൻ തൊഴാൻ പഠിച്ചത് എന്റെ രക്ഷിതാക്കൾ എങ്ങനെ തൊഴണം എന്ന് പറഞ്ഞത് വെച്ചാണ് ഞാൻ തൊഴാൻ പഠിച്ചത്. അപ്പൊ എന്റെ രക്ഷിതാക്കളുടെ മനസ്സിലുള്ള ചില വിശ്വാസങ്ങളായിരിക്കാം എന്നിൽ കടന്നത്. അപ്പൊ ഞാൻ കാക്കുന്നത് കുറച്ചും കൂടി കഴിയട്ടെ, ആ ഒരു അവസരം വരട്ടെ. അപ്പൊ ഒരു അഭിമാനത്തോടു കൂടി ഞാനും അതിനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വയസ്സായി സാധാരണ പറയുന്ന ആ സ്റ്റേജിലെത്തിയ സ്ത്രീകൾക്ക് ഒരു വിഷമം വരുന്നതാണ് ഞങ്ങളുടെ യൗവനൊക്കെ പോയി എന്നുള്ളത്. ഇതിപ്പോ ഹിന്ദു സ്ത്രീകൾക്കാണ് എനിക്ക് ശബരിമലയിൽ പോകാനുള്ള അവസരങ്ങൾ. അതുമായി ഉണ്ടാകുന്ന പല സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഇല്ലാതാകാൻ ഈ ഒരു അഭിമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സൈക്കോളജിസ്റ്റുകളും പറയുന്നു, ഡോക്ടർമാരും പറയുന്നു, ആ ഒരു സ്റ്റേജ് എത്തിയാൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്കെങ്കിലും അത് മറികടക്കാൻ ഇതൊരു കാത്തിരിക്കാം. അതൊരു നല്ല തിയറി തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ടീച്ചർ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഗുരുവായൂരിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയുടെയൊക്കെ പരിശുദ്ധിയെ പരിപൂർണമായിട്ടും കളങ്കപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ചില പ്രവർത്തനങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ നടക്കുന്നുണ്ടോ? ഇന്നും അത് തുടരുന്നുണ്ടോ? എന്താണ് അവരുടെ അതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം? തീർച്ചയായും അത് ഒരു പാകിസ്ഥാൻ തീവ്രവാദികളോ അല്ലെങ്കിൽ ഒരു വിരുദ്ധ മത ചിന്താഗതിക്കാരോ ആണെന്ന് തോന്നുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അതെ, പാകിസ്ഥാൻ തീവ്രവാദികളോ വിരുദ്ധ ചിന്താഗതിക്കാരോ നേരിട്ട് മുന്നിൽ എത്തിയില്ലെങ്കിലും നമുക്കിന്ന് അറിയാവുന്ന ഒരു സംവിധാനം ഉണ്ട്. കാരണം എവിടെയും നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന വിധത്തിൽ പലരും വളർന്നു കഴിഞ്ഞു എന്നുള്ളത്. ശാസ്ത്രത്തിലൊരു ഇതുണ്ട്, ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിന്റെ കറക്കത്തിനനുസരിച്ച് സ്പേസിൽ പ്രതികരിക്കാനുള്ള ചില ഘടകങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുപോലെ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിന്റെ അനക്കം ചിലപ്പോ മറ്റു പല ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടായിരിക്കാം എന്ന് വഴിയുണ്ട്. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ഇതൊക്കെ ആർക്കെ ഉദ്ദേശമുണ്ടോ ഒരു പുറകിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇതൊക്കെ നോക്കി നടത്തുന്നത് യഥാർത്ഥ ഭക്തരാണെങ്കിൽ ഇവർക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു കളിക്കും സാധ്യമല്ല. പക്ഷെ അതിനുള്ളൊരു സംവിധാനം ഇന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ഭക്തർക്ക് അവിടെ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ ഉള്ള അവകാശവും കിട്ടാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. രാഷ്ട്രീയക്കാർക്കാണ് അതിലെ മുൻതൂക്കം. ഏറെക്കുറെ അത് തന്നെയല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സംഭവിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു കറുത്ത പക്ഷത്തേക്ക് അത് സംഭവിച്ചില്ലെങ്കിൽ കൂടിയും വാസ്തവത്തിൽ അത്തരം ചിന്താഗതികൾ വളരെയേറെ ചർച്ചകൾ ഉണ്ടായതല്ലേ. നമ്മൾ ഇന്നിപ്പോൾ ഒരുപക്ഷെ എല്ലാവരും അതിൽ അഭിപ്രായം, നിരീശ്വരവാദികൾ പോലും കൃത്യമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഫണ്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവിടുത്തെ ട്രഷർ എന്ത് ചെയ്യണം എന്നൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചത്. എന്റെ വീട്ടില് ഭാഗം വെക്കുന്നുണ്ടെങ്കിൽ അതിലെ അഭിപ്രായം പറയേണ്ടത് അയലക്കത്തെ വീട്ടുകാരല്ല. അയലക്കത്തെ വീട്ടുകാർ പറയുന്നുവെങ്കിൽ അവരൊക്കെ അർഹത ഇല്ലാത്തടത്ത് അവർ തലയിടുന്നു എന്നുള്ളത് മാത്രമേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷെ എങ്കിലും സംഘടിതമായൊരു ഇപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവിന്റെ ചില പരാമർശങ്ങൾ കേരളം ഒട്ടുക്ക് ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. കേരളം ഒട്ടുക്ക് ചലനങ്ങൾ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത് പിന്നീട് ഒരു പക്ഷം. വാസ്തവത്തിൽ അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ ശാന്തിക്കാരൻ മാർത്താണ്ഡവർമ്മ അവിടെ നിന്ന് ചോറ് പാത്രത്തിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ വരുമ്പോ അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് നിരക്കുന്നതായില്ല. കാരണം അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം നടന്നത് എന്ന് പറയുന്നു.
മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടുന്ന് പാത്രത്തിൽ കടത്തിയെന്നും കണ്ട എതിർത്തയാളെ വധിക്കാൻ മാർത്താണ്ഡവർമ്മ ശ്രമിച്ചു എന്നുമാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു വധശ്രമം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റി കേസെങ്കിലും ചാർജ് ചെയ്യാനുള്ള ചുമതല അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഭരണഘടനാ ലംഘനം ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പരാതി, എന്നെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ഇന്ത്യയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു വ്യക്തി മാത്രമാണ്. ഒരു പൗരനുള്ള അവകാശമേ ഉള്ളൂ, ഒരു പ്രിവിലേജസ് അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം വധിക്കാൻ ശ്രമിച്ചു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരാൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ കേസ് ചാർജ് ചെയ്യണമായിരുന്നു. അന്നത് കേസ് ചാർജ് ചെയ്യാതെ ഇന്ന് സമ്പന്നതയിൽ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തുന്നത് അതൊരു രാഷ്ട്രീയ നേതാവിന് ചെയ്യുന്ന പരിപാടിയല്ല. എങ്കിലും ഇത്തരം ചില സംഘടിതമായ നീക്കങ്ങൾ നിലവിലുണ്ടെന്നുള്ളത് ഉണ്ട്. അതാ പറയുന്നത്. ഇപ്പൊ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമാരാധനായ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് അഭിപ്രായം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായിരുന്നില്ല തിരുവിതാംകൂർ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നം ഹൈദരാബാദായിരുന്നു. ഹൈദരാബാദിലെ നൈസാമായിരുന്നു ഏറ്റവും വലിയ സമ്പന്നനിവിടെ. നൈസാമ് 47 നമ്മൾ ഹൈദരാബാദ് പിടിച്ചെടുത്തതിന് ശേഷം നൈസാമ് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണവും ഇവിടെ നിന്ന് കടത്തുകയാണ്. പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഇവിടുന്ന് ആദ്യം പാകിസ്ഥാനിലേക്കും അവിടുന്ന് ഫ്രാൻസിലേക്കും കടത്തി. ഈ ആന്ധ്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം അധികാരത്തിലെത്തിയത് കേരളത്തിലായിരിക്കും, പക്ഷെ ആദ്യം വളർന്നത് ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൈസാമ് സ്വർണം കൊണ്ടുപോകുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു ന്യായം, ഇത് രാജാവാണെങ്കിൽ ജനങ്ങളുടെ സ്വത്താണെന്നാണ്. ഈ നൈസാം രാജാവായി. പക്ഷെ ഈ 300 വർഷത്തിനുള്ളിൽ പിന്നീട് അവിടെ ഏതാണ്ട് 3 ലക്ഷത്തോളം താളിയോലകൾ ഇന്നുകൊണ്ടെന്നാണ്. ഈ താളിയോലകളെ കുറിച്ച് ആർക്കും താല്പര്യമില്ല. 1 ലക്ഷം അതിന്റെ കണ്ടൻസിനെ കുറിച്ച് അറിയാനോ പഠിക്കാനോ ഗവേഷണം നടത്താനോ ഏതെങ്കിലും പക്ഷത്തു നിന്ന് ഏതെങ്കിലും താല്പര്യങ്ങൾ ഉണർന്ന് കാണുന്നില്ല. അതേസമയം 1 ലക്ഷം കോടിയും 2 ലക്ഷം കോടിയുടെയും കാര്യത്തിൽ വളരെയേറെ താല്പര്യത്തോടെ നീങ്ങുന്നുണ്ട്. ഇന്ന് ടീച്ചറിന്റെ സമകാലീന കേരളത്തിൽ ഈ ഹിന്ദുമതം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ ഞങ്ങളൊക്കെ ഇത് ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ മാധ്യമം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു പുതിയ തലമുറയിലുള്ള മലയാളി സമൂഹത്തെയാണ്. അവർക്ക് തീർച്ചയായിട്ടും എഴുത്തും വായനയിലും കുറച്ച് പിന്നിലാണെങ്കിലും അവർ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്ര ലളിതമായ ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സമാജം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം അവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളപ്പണത്തിൻ്റെയും കള്ളനോട്ടിൻ്റെയും ഒക്കെ ഒരു കുത്തൊഴുക്കിൽ ഒരു പ്രത്യേക വിഭാഗം, അത് മതമൗലിക ചിന്താഗതി കൂടി കയ്യിലുള്ള ഒരു പ്രത്യേക വിഭാഗം ഒരു ഭാഗത്ത് വളരുമ്പോൾ ആ പണം വെച്ചുകൊണ്ട് അവിടുത്തെ വ്യവസ്ഥിതിയെ മുഴുവൻ അവരുടെ കാൽക്കീഴിലാക്കാനുള്ളൊരു ശ്രമം നടക്കും. അപ്പം ഇതിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് അവിടുത്തെ ഹൈന്ദവ സമാജം. ഒരു ഭാഗത്ത് മതം മാറ്റക്കാർ, മറുഭാഗത്ത് ഇവർ രാഷ്ട്രീയത്തിൽ പോലും ശക്തരാകും. കേരളം എങ്ങോട്ട് നീങ്ങണമെന്ന് ചിന്തിക്കാൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കുന്നവരാണ്. ടീച്ചർ പറഞ്ഞിരുന്നു കോട്ടയം, കോഴിക്കോട്, കോട്ടയം, മലപ്പുറം ഭരിക്കാൻ. ഞാനല്ല പറഞ്ഞത്, ഞാൻ പറയുന്നതിന് മുൻപ് ഇത് അസംബ്ലിയിൽ പറഞ്ഞു. ബഡ്ജറ്റ് പാസ്സാക്കിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു ഇത് കോട്ടയം മലപ്പുറം ബഡ്ജറ്റാണ്, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റാണ്. അപ്പോ വർഗീയത ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത അവരിൽ നിന്ന് പോലും ഇത് വന്നു, കോട്ടയം മലപ്പുറം ബഡ്ജറ്റാണ് എന്നുള്ളത്. ചില യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നവരൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ മറ്റൊരു ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന പീഡന കേസുകളിൽ പലതും നമ്മുടെ ഒരു ഹിന്ദുമത സംസ്കാരത്തിന് നിരക്കുന്ന ഒരു ജീവിതചര്യയ്ക്ക് എതിരായിട്ട്, അതായത് ഇപ്പൊ അച്ഛനും മകളുമായിട്ടുള്ള പല കാര്യങ്ങളും, ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം പർവ്വതീകരിച്ച് സംഭാഷണം നടത്തുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അത് അടുത്ത ഒരു പോസ്റ്ററിറ്റിയുടെ, ഒരു പുതിയ തലമുറയുടെ ചിന്താധാരകളെ എങ്ങനെ ബാധിക്കും? അത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുക എന്നുള്ള ഉപരി ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ, ചില അരുതായ്മകൾ സംഭവിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. വ്യാപകമായി ചില അരുതായ്മകൾ അതിന് നമ്മുടെ പ്രചരണം കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് നിലവിലുള്ള നിയമങ്ങളും അതിന് പര്യാപ്തമല്ല. അച്ഛൻ മകളെ ചെയ്യുന്നതിന് നിലവിലുള്ള നിയമമൊന്നും പര്യാപ്തമല്ല. അതിനെന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നിലവിലുള്ള നിയമമൊന്നും അത് പര്യാപ്തമല്ല. അവിടെയൊക്കെ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി വളരുന്ന സമയത്ത് ചില മൂല്യബോധം അവരിലുണ്ടാകും. ഞാനൊരു മൃഗമല്ല എന്നുള്ള ബോധം ഉണ്ടാകും. മൃഗത്തിന് ആരോടും എന്തുവാകാം.
ഈ മൃഗത്തിൽ നിന്ന് മനുഷ്യനെ ഉയർത്തുന്നതാണ് നമ്മുടെ ആത്മീയത. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് ആദ്യം പോയത്. മതേതര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് ആത്മീയമായ പല മൂല്യങ്ങളും അവിടുന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇവൻ ശരിക്കും ഒരു മൃഗമായിട്ടാണ് വളരുന്നത്. മൃഗത്തിന് എന്തുവാണ് ഒരു മൃഗം. നമ്മുടെ ഈ സനാതന ധർമ്മത്തെ ആധാരമാക്കി വളരുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഇത്തരം പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തത്? ഞങ്ങൾ അതിന് മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസം, സംഭാഷണത്തിലൊഴികെ പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വല്ലതും കൗൺസിലിംഗ് കൊടുക്കാൻ. അത് നമുക്ക് കൗൺസിലിംഗ് ആരൊക്കെ കൊടുക്കാൻ കഴിയും? അതിന്റെ പിന്നെ പ്രശ്നമാണെന്ന് ബോധ്യമാകുന്നവരെ കൗൺസിലിംഗ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അല്ല, അത് ഒഴിവാക്കാനുള്ള ബോധവൽക്കരണം. ഒന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സാധ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും.